കേരളം ആറ്റുനോറ്റിരുന്ന എയിംസ്, വലിയ വീരവാദവും എല്ലാം പറഞ്ഞല്ലോ കേരളത്തിൽ ജയിച്ചു പോയിട്ടുള്ള കേന്ദ്രമന്ത്രി. എയിംസ് ഇപ്പം ഞാനിങ്ങ് കൊണ്ടുവരുമെന്ന്. എവിടെ എയിംസ്? ഇതിനെതിരായിട്ട്, ഈ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുടനീളം ഉയരണം. ഈ കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നത് കാര്യമായ അവഗണനയില്ല. എയിംസ് അടക്കം സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകി കഴിഞ്ഞാൽ നടത്തുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലെന്നാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പറയുന്നത്. കാര്യമായ അവഗണനയില്ല. ഫിഷറീസിനും മറ്റ് സ്ത്രീ പ്രാതിനിധ്യമൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നാണ്, യുവാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അവഗണനയില്ല എന്നാണ് അവരുടെ വാദം. സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലെന്ന്. കിനാനൂർ സ്ഥലം സർക്കാരിന് കിടക്കുന്നു, അവിടെ സ്ഥാപിക്കാം. എന്തിനു അക്വയർ ചെയ്യണമെന്ന്? സർക്കാരിൻ്റെ സ്ഥലം കിടക്കുകയല്ലേ, അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത്. പിന്നെന്താ അദ്ദേഹം പറയുന്നത്? സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന് പറഞ്ഞാൽ ചുമന്ന് ഡൽഹി കൊണ്ടുപോകണം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ റബ്ബറിൻ്റെയും വാണിജ്യങ്ങളുടെയും വിലയല്ലേ. എന്തുണ്ട് ഈ ബഡ്ജറ്റിൽ അവർക്ക് വേണ്ടിയിട്ട്? തറവിലയെക്കുറിച്ചോ താങ്ങുവിലയെക്കുറിച്ചോ എന്തെങ്കിലും പ്രത്യേക സഹായത്തെക്കുറിച്ചോ പരാമർശമുണ്ടോ? എന്താ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് വല്ല പ്രത്യേക പദ്ധതിയുണ്ടോ? അല്ല, ഇവിടെ തീരദേശത്ത് ചെല്ലുന്നില്ലേ? നമ്മുടെ തീരദേശത്ത് കടലോരത്ത് വലിയ കടലാക്രമണം, അതിന് ഒരു പ്രതിരോധം ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണ്ടേ? ഇനി എന്ത് തരത്തിലുള്ള പ്രതിരോധമായാലും അതിൻ്റെ ചിലവൊരു ഭാഗം വഹിക്കാൻ തീരുന്നുണ്ട്. വന്യമൃഗശല്യം ഒരു പരാമർശമുണ്ട്. കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവഗണനയും നിഷേധവും നടത്തുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതികാരമൊന്നുമില്ലെന്ന് മൈൻഡ് ചെയ്യണില്ല. അത് തന്നെ അവർക്ക് ഭൂരിപക്ഷം കിട്ടണത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ വെച്ചാ ഞങ്ങളത് വെച്ച് ഭരിക്കോളാം എന്നുള്ള ഭാവം. കേരളത്തോടും തമിഴ്നാടും കർണാടകയോടും ഒരു സമാനമായ രീതിയിലുള്ള അവഗണന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ പൊതുവിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും കേട്ടോ. BJP രാഷ്ട്രീയം നോക്കി സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചയ്ക്ക് വരുമ്പോൾ ശക്തമായ നിലപാടുകൾ ഒരുമിച്ച് ചേർന്നെടുക്കുകയും അത് ഇന്നത്തെ രീതിയിലുള്ള പങ്കുവെക്കലല്ല. ഒരു സംസ്ഥാനത്ത് നിന്നുണ്ടാകുന്ന നികുതിയുടെ നിശ്ചിതഭാഗം ആ സംസ്ഥാനത്തിന് നൽകണം, ബാക്കിയുള്ളത് പങ്കുവെച്ചാൽ മതി എന്നുള്ള നിലപാട് സംസ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്താലോ, ഇല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ എടുത്താലോ? ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മുഴുവനും കൂടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോണത്? അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ധനകാര്യത്തിലുള്ള രാഷ്ട്രീയ കളിയും വിവേചനവും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറും. ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും.